തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നാണ് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. അധികാര വികേന്ദ്രീകരണവും വനിതാ സംവരണവും വോട്ടായി മാറും എന്ന് KC ഉറപ്പായും വിശ്വസിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ കൊന്നൊടുക്കുന്ന ഇടതുഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകും തദ്ദേശ തെരഞ്ഞെടുപ്പും ആണ് എന്നുള്ളതാണ് KC വേണുഗോപാൽ ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചത്. PR പ്രവീണ KCയുമായി സംസാരിച്ചു. കേൾക്കാം. എങ്ങനെയാണ് ഇത്തരം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നല്ല സാധാരണക്കാരായ പ്രവർത്തകരുടെ വീര്യം കാണുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാത്രം ഒരു ആശയമായിരുന്നു. ഇന്ന് കാണുന്ന 50% വിമൻ റിസർവേഷൻ രാജീവ് ഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. നരസിംഹറാവുവിൻ്റെ കാലത്താണ് അത് നടപ്പിലാക്കിയത്. ആ 50% വിമൻ റിസർവേഷൻ ഇപ്പം തലത്തിൽ 55, 56 ഒക്കെയാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് തദ്ദേശ ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ തീർച്ചയായിട്ടും UDFന് ഏറ്റവും മികച്ച പ്രതീക്ഷയാണുള്ളത്. അത് ഈ മുൻകാലങ്ങളിൽ ഒരൊറ്റ വട്ടം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന് ഒരു വലിയ വിജയം നേടാനായത്. ആ തരത്തിലേക്കുള്ള സ്ഥിതിയാണോ ഇപ്പോഴുള്ളത്? രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പം 2 ഗവൺമെൻറ്റിൻ്റെ കാലത്തും അവർ ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായി സ്റ്റേറ്റ് ഗവൺമെൻറ് അവരാണ് ഭരിക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന് മുദ്രാവാക്യം വലുതോതിൽ ഘോഷിച്ച ഇടതുപക്ഷങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് എന്താ കഴിഞ്ഞ 9.5 വർഷമായിട്ട്? ഇതിനെ കില്ലിയത് സത്യത്തിൽ ഇന്ന് പഞ്ചായത്തുകളുടെ അധികാരം കംപ്ലീറ്റ് കവർന്നെടുത്തൊരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് ആ ഒരു വിഷയം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ UDFും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആശയം. ഞങ്ങൾക്കതുകൊണ്ട് വിശ്വാസമുണ്ട്. ഈ അധികാര വികേന്ദ്രീകരണത്തിലൂടെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ തകർത്ത ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഈ തിരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും. പ്രചരണായുധം സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലാണോ അതോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രാദേശികമായ വിഷയങ്ങളാണോ? പ്രാദേശിക വിഷയങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്രാദേശിക വിഷയങ്ങളൊക്കെ ഒരു സംസ്ഥാന സർക്കാർ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കൊല്ലാൻ നടത്തിയ ശ്രമങ്ങളും ചർച്ചയാകും. രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്തായാലും കേരളം പോലുള്ള സംസ്ഥാനത്ത് ഏത് തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വരും. അപ്പോൾ അതും ചർച്ചയാകും. അതായത് വിജയം ഇത്തവണ പൂർണ്ണമായും പ്രതീക്ഷിക്കുകയാണ്. എത്ര കോർപ്പറേഷൻ പിടിക്കുന്നതാണ് ഒരു കണക്ക് കൂട്ടൽ? കാരണം ഒരു മാത്തമാറ്റീഷ്യനും കൂടിയാണ്. മാത്തമാറ്റീഷ്യനാണ്, പക്ഷേ ജ്യോതിഷം വശമില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണക്കും പറയാറില്ല. എല്ലാ തെരഞ്ഞെടുപ്പും നിങ്ങൾ കഴിഞ്ഞ ബൈ ഇലക്ഷൻസ് എല്ലാം കണ്ടു. എല്ലാ പ്രാവശ്യവും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കാറുണ്ട്, എത്ര വോട്ടും ജയിക്കും? ഞങ്ങൾ പറയാറില്ല. ഞങ്ങൾക്ക് ജയിക്കും, മാന്യമായ പുരുഷൻ ജയിക്കും. ഞങ്ങൾ പറയുമ്പോൾ തിരിച്ച് അവർ പറയാറുള്ളത് സർക്കാരിൻ്റെ വിലയിരുത്തലാണ്, അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുന്നതായിരുന്നു അവർ പറയാറുള്ളത്. പക്ഷേ ഒരു ഇലക്ഷനും അവർ ജയിച്ചില്ല, ഈ ബൈ ഇലക്ഷനിലൊന്നും. ഇപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നു, വളരെ ശക്തമായ സന്ദേശമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഈ സർക്കാരിന് കൊടുക്കുന്നത്. ആ രീതിയിലൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ഘടകകക്ഷികളുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടോ? അതൊക്കെ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്? കൊച്ചു പ്രശ്നങ്ങളൊക്കെ എവിടെ ഉണ്ടാവുമല്ലോ. ഒരു വലിയ മുന്നണിയാണ്, എത്ര ആയിരക്കണക്കിന് സീറ്റുകൾ ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ തർക്കങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാ നേതൃത്വവും ഒറ്റക്കെട്ടായിട്ട് ഇരുന്നുകൊണ്ട് അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് പരിഹരിക്കപ്പെടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിജയം അത് സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലാകുമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ക്യാമറാമാൻ മഞ്ജുഷിനൊപ്പം PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.